back to our channel V1 എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുവിധം എല്ലാവർക്കും ആദ്യം മുമ്പത്തെ വീഡിയോസ് കണ്ട ഒരുവിധം എല്ലാവർക്കും V1 ഇങ്ങനെ എല്ലായിരുന്നല്ലോ പേരൊക്കെ ഫുഡ് മേക്കേഴ്സ് ഒക്കെ ആയിരുന്നതൊക്കെ എവിടെ പോയി എന്നൊക്കെ. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഞങ്ങളെ ഫ്രണ്ട്സ് ഒരുപാട് പേര് കമന്റ് ആയിട്ട് അല്ല സജഷൻസ് ആയിട്ട് കുറെ പേര് വിളിച്ചൊക്കെ പറഞ്ഞു ഈ എക്സ്പെരിമെന്റൽ ഫുഡ് മേക്കേഴ്സിന് വേണ്ട, അത് ഫുഡിനെ മാത്രം കോൺസെൻട്രേറ്റ് കൊണ്ടുള്ള വീഡിയോ ആയി പോകും, അല്ലാണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ആണ്. അപ്പൊ ഞങ്ങൾ എന്താക്കി, ശരിയാണല്ലോ ഈ ഞങ്ങളെ വ്ളോഗ്സും പൊട്ടത്തരങ്ങളും അതൊക്കെ കൂടി ഉൾപ്പെടുത്തി ഒരു ചാനൽ തുടങ്ങാനോ ഞങ്ങൾക്കൂടെ ആലോചിച്ച്. അപ്പൊ അതിന് വേണ്ടി ഒരു ചെറുതായിട്ട് പേരൊക്കെ മാറ്റി പിന്നെ ഗൂഗിളൊക്കെ പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊക്കെ ഒരു പേരൊക്കെ എടുത്ത് ഒപ്പിച്ച് കൊണ്ടുവന്നു. അപ്പൊ V1 പിന്നെന്താ വെച്ചാല് ഫസ്റ്റത്തെ ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ഒരിക്കലും വിടത്തില്ല. അത് ഇത് സാധനം എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഒരു ചാലഞ്ചാണ്. ചാലഞ്ചിങ് ഗെയിം. എനിക്ക് പണി കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ അറിഞ്ഞ് ഇത് പേഴ്സണലായിട്ട് വരെ എന്നോട് നീ എനിക്കെന്താ പണി കിട്ടുന്നത് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സന്തോഷമാണ്. എനിക്കും ഇപ്രാവശ്യം ചിലപ്പോ പണി കിട്ടും, നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ പണി കിട്ടും ഇല്ലയെന്നൊക്കെ. ഇതിന്റെ ചാലഞ്ചിന്റെ പേര് ഹൂ ഇസ് ദ ലക്കിയസ്റ്റ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പേര് കേട്ടപ്പോ അധികം ആർക്കും മനസ്സിലായില്ല. ഞാനും ഗൂഗിളൊക്കെ യൂട്യൂബൊക്കെ തപ്പി ഇതാക്കി എടുത്ത വീഡിയോ ആണ്. എന്താണ് ഈ ചാനലിന്റെ പേര് എന്ന് വെച്ചാൽ ഗെയിമിന്റെ പേര് വെച്ചാൽ ഹൂ ഇസ് ദ ലക്കിയസ്റ്റ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാല് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം സൈഡിലുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ഫുഡ് ഐറ്റംസ് വേറെ സൈഡിലുണ്ടാവും. ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒരു നറുക്ക് പോലെ ഹാബിറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യാം, ലോട്ടിട്ടെടുക്കും കഴിക്കണോ അത് വേണ്ടെന്നുള്ള ഇതില്. അപ്പൊ ലോട്ടിട്ടെടുത്ത് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസിൽ ഹാബിറ്റ് എനിക്ക് വരിക വെച്ചാൽ എനിക്ക് ഡോണ്ട് ടച്ച് വരിക വെച്ചാല് എനിക്ക് പോയിന്റ് കിട്ടും. ഇഷ്ടപ്പെടാത്തതിൽ ഈറ്റിട്ട് എനിക്ക് വരിക വെച്ചാൽ എനിക്ക് ഡോണ്ട് ടച്ച് വരിക വെച്ചാൽ അത് ചേച്ചിക്ക് പോയിന്റ് കിട്ടും. ഇത് രണ്ടാൾക്കും ഹാബിറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ടച്ച് അങ്ങനെ വരിക രണ്ടാൾക്കും ഒരേ മാർക്ക് അല്ലെങ്കിൽ പോകും കിട്ടും. ഇതാണ് ടാസ്ക്. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ നോക്കാം. അതിലേക്ക് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ തന്നെ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കാഡ്ബറി ചോക്കോ ബേക്സ് എടുത്തിട്ടുണ്ട്, നബാട്ടി എടുത്തിട്ടുണ്ട്, കുൽഫി എടുത്തിട്ടുണ്ട്, പിന്നെ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്, കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്, ജെംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊക്കെ നോക്കാം. കൊടംപുളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, നാരങ്ങ എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുട്ട എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നോക്കാം എന്താണ് നമുക്ക് പണി നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് പോകാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ, ഇനി നമുക്ക് തുടങ്ങാം. അത് ശരി. അപ്പൊ അല്ല രണ്ടാളും ഒന്നിച്ചെടുക്കല്ലേ എടുത്ത് പണി ക്യാമറ അല്ല ഒരു മിനിറ്റ് നമ്മൾ എന്താ സാധനം എടുക്കുന്നത് ആദ്യം പറയട്ടെ. നമ്മൾ ആദ്യം കുൽഫിയാണ് എടുക്കുന്നത്. കാരണം ഇത് പനിക്ക് നമുക്ക് കുൽഫി എന്ന് പറയാൻ പറ്റില്ല, കുടിക്കേണ്ടി വരും, ജ്യൂസായിട്ട് കുടിക്കേണ്ടി വരും. അപ്പൊ അതാണ് എടുക്കുന്നത്. അപ്പൊ അതെന്താ വന്നാ നോക്കാം. കുൽഫി എടുക്കാം. കുൽഫി എല്ലാം കൂടെ ജ്യൂസ് ആയല്ലോ. ഇത് കുൽഫി എടുക്കാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ജ്യൂസ് പോലെ ആയിട്ടുണ്ട് ഇപ്പൊ കുൽഫി എല്ലാം കൂടെ. ഇത് കുടിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വരുന്നത്. അദ്ദേഹം കുടിക്കാം. എങ്ങനെ കുടി എന്റത് മാത്രം പോയ പേജിന്റെ പോകണ്ടിരിക്കുന്നല്ലോ. ടേസ്റ്റ് ഇല്ല. കുൽഫി കുടിച്ചിട്ടുണ്ട്, ടേസ്റ്റ് ഇല്ല. അപ്പൊ അടുത്ത പണി നോക്കാം. അവിടെ മതി കുൽഫിയെ വേണ്ട ഇനി. ഫസ്റ്റ് തന്നെ പണി കിട്ടിയ മാരുണ്ട്. മുടി മൊത്തം കുൽഫിയാക്കി എന്റെ അനിയത്തി ചെറുതായിട്ട്. അപ്പൊ അടുത്ത് നോക്കാം എന്താണ്. അതിനു മുമ്പ് നമ്മൾ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടൊരു സാധനമാണ്, അതായത് വെളുത്തുള്ളി.
നമ്മളിപ്പം ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഇനി ഇതില് അല്ല നമുക്ക് രണ്ടാക്കും പോയിന്റ് കിട്ടും. മാർക്ക് ചെയ്തില്ല, ഒരു മിനിറ്റ്. 1 ഓക്കെ, ലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ എന്താണ് ഇതൊക്കെ പണി കിട്ടണേ. എനിക്ക് ഡോണ്ട് ടച്ച്. അപ്പൊ വെളുത്തുള്ളി മുട്ട പറയാനും വെളുത്തുള്ളി ടച്ച്. ഓക്കെ ഓക്കെ, ഡോണ്ടത്താണ്. ഓക്കെ. ഇനി ഇഷ്ടമുള്ള ഭാഗം ലൈക്ക് അടുത്തത് നമ്മുടെ നബാട്ടി. ഭഗവാനെ, ഇതിട്ട് ഡോണ്ട് ടച്ച് വരാന്ന്. അല്ല നമുക്ക് രണ്ടാൾക്ക് മാർക്ക് നേരത്തെ അത് ഇത് കഴിക്കണ്ട അല്ലെ. ഞാൻ ഈറ്റിട്ട് എനിക്ക് ഈറ്റിട്ടാണ് കിട്ടിയത്. കാണുന്നുണ്ട്. അതല്ല, ഞാൻ എടുത്തോളാം. അപ്പൊ നേരത്തെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ടേസ്റ്റിങ് കേട്ടോ. വേറെ ഒന്നും കൂടി ഞാൻ എടുക്കട്ടെ. അല്ല അങ്ങനെയല്ല, അത് ലാസ്റ്റിങ് കഴിക്കാം. നിനക്ക് ഇവിടെ 0 ആണ്. അപ്പൊ തീരട്ടെ, ഓവർ ആക്കണ്ട. എനിക്ക് മാത്രം ഇങ്ങനെ ഇത് പറ്റൂല കേട്ടോ. എനിക്ക് പഴി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കിട്ടിയില്ല. സമ്മതമായില്ലേ? എന്തിനാ മടി പോയി. എനിക്ക് സന്തോഷായി. ഇനിയും സാധനങ്ങളുണ്ട്. വെയിറ്റ് കുട്ടി. ഡിസ്ലൈക്ക് പാർട്ടാണ് പോകുന്നത് നമ്മൾ. ഡിസ്ലൈക്കില് നമ്മൾ എന്താ പോകുന്നത്? ഇഞ്ചി കടുമ്പുളിയാണ്. പഠിച്ചോളേ. ദൈവണ്ട് എനിക്ക് നബാട്ടി കഴിച്ചില്ലെന്താ. എനിക്ക് ഈറ്റിട്ടാണ് കിട്ടിയത്. അല്ല, ഞാൻ ഇതെടുക്കും. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എടുക്കും. കുടമ്പുളിയൊക്കെ ആരെങ്കിലും അത് മൊത്തം തിന്നാണ്. അത് ചേച്ചി തിന്നിപ്പോ. എനിക്ക് ഒരു ഞാൻ മാർക്ക് എഴുതട്ടെ. എവിടെയെങ്കിലും 0 എഴുതേണ്ട പാതിയില്ലേ? അമ്മ ഞാൻ കുടമ്പുളി തിന്നു. ചേച്ചി അത് പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ചീറ്റിങ് ചെയ്തതാ. മൊത്തം തിന്നണം. ഇത്ര എക്സ്പ്രഷൻ ഇടല്ല ബോറായിട്ട്. സത്യമൊന്നും ഒന്നാമത് എന്താ അറിയോ ഇത്ര എക്സ്പ്രഷൻ? ഇതൊക്കെ പുളി സാധനം ഇഷ്ടമല്ല. പുളി എന്ന് വെച്ചാൽ തീരെ തിന്നൂല പുളി. അപ്പൊ ഇത് ഒരു പടി തന്നെയാണ് എനിക്കിഷ്ടം. നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. ചില എല്ലാ ടാസ്കിലും വെള്ളം കുടിക്കലുണ്ട്, പക്ഷെ നമുക്ക് അതും ഇല്ല. അപ്പൊ അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ എടുക്കുന്നത് കിറ്റ് കാറ്റ്. കിറ്റ് കാറ്റ് കുറച്ച് നല്ലതല്ലേ? അപ്പൊ ഭഗവാനെ, മധുരം കിട്ടണേ. അപ്പൊ എനിക്ക് ഈറ്റിട്ടാ കിട്ടിയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും മാർക്കണം. പ്രാവശ്യം പുളിന്റെ ടേസ്റ്റ് പോയാ മതി. ഡിസ്ലൈക്ക് 4 ലോട്ടേ ഉള്ളൂ. പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തത് എന്താ പറയണ്ടോ? ഡിസ്ലൈക്ക് പറഞ്ഞു. ഡിസ്ലൈക്ക് എന്താന്ന് പറയണ്ടേ? പച്ചമുളക്. Thank God, no, don't touch, okay? ഒരു മിനിറ്റ്, 2 മാർക്ക് എഴുതിയിട്ടില്ല. പിന്നെ അവിടെ പണി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമുണ്ട്. അടുത്തത് ലൈക്ക് അതിലേതാ? അടുത്തത് നമ്മുടെ എന്താ കാഡ്ബറി ചോക്കോ ബേക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. Don't touch. Eat it. God is there, God is there. അപ്പം ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് കഴിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആണോ കേട്ടോ? ഈ കുരിപ്പിന് അഭിപ്രായം എല്ലാം കിട്ടുന്നത് എനിക്ക് വേണ്ടിയാണോ? അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ തിന്ന പുളിന്റെ ഇതൊക്കെ സ്വാദൊക്കെ പോയി വായിരുന്നു. വലിയ കാര്യം. അപ്പൊ അടുത്തത് കഴിഞ്ഞതാ. എനിക്ക് വേണ്ട ചെറിയ കാര്യം ഞാൻ അത് എടുത്തില്ല. അപ്പൊ അടുത്തത് നോക്കാം. അടുത്തത് നാരങ്ങ. അതാണ് നോക്കുന്നത്. അപ്പൊ ഈറ്റിട്ടാണോ ഡോണ്ട് ടച്ച് ആണോ എന്താണ് വരുന്നത്? ഡോണ്ട് ടച്ച്.
ഇതിനകത്ത് മൊത്തം ഹീറ്റിട്ട് മാത്രമേ വരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഫുഡ് ഐറ്റംസ് ആണ്. ഒന്ന് പൊടി, പിന്നെ നാരങ്ങ. മതി മതി കഴിക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും? പാർക്ക് കേട്ടെ. ഏറ്റവും തോന്നുമ്പോ എനിക്ക് തരാണ്ട് മറ്റേ കേക്ക് കഴിച്ചല്ലേ. ഒരു ജമ്പൂട്ടൻ വേണ്ട പറ്റില്ല. കഴിക്കണം, മൊത്തം കഴിക്കണം. വായിലിട്. അങ്ങനെയാണ് ടാസ്ക്, എങ്ങനെയാണ് അത് വായിലിട്. സമാധാനത്തിന് മനസ്സൊക്കെ എല്ലാം ചേച്ചിക്കൊന്ന് ഇനി മുട്ട ഒരാളെ എനിക്ക് വരേണ്ടത് കാടിരിക്കും. അയ്യോ. അപ്പൊ അടുത്ത നമ്മളെന്താ ലൈക്കില് ഹോർലിക്സ് ബൂസ്റ്റ് നോക്കാം. ഹോർലിക്സ് പൊടിയാണ്. ഡോണ്ട് ടച്ച്. എന്തിന്? അപ്പൊ ഹോർലിക്സും ഡോണ്ട് ടച്ച്. ഇനി നമ്മൾ ഡിസ്ലൈക്കില് മുളക് എടുത്തല്ലേ? പച്ചമുളക് എടുത്തിട്ട് പച്ചമുളക് എടുത്തതാ. ഇഞ്ചി നോക്കാം. Don't touch. I love that. ഞാൻ എടുക്കും. മൊത്തം കഴിക്കണേ? അങ്ങനെ അങ്ങനൊക്കെ ഉണ്ട്. ഫുള്ളി നീ കഴിച്ചേ പറ്റൂ. വളരെ സന്തോഷം. നേരത്തെ നാരങ്ങ തിന്നാൽ എന്താ, ഇവർക്ക് കണ്ണെടുത്ത് കണ്ടുകൂടാത്ത സാധനം ഇഞ്ചി അവള് തിന്നു. വിഴിക്കാളെ ഞാൻ ലോട്ട് എടുത്തിട്ടുണ്ട്. ലോട്ട് എടുക്കാൻ പാടില്ല. അപ്പൊ ഓക്കെ, ഇനി ലൈറ്റ്സിൽ ഡയറി മിൽക്ക് ആണ്. അല്ല, ഡയറി മിൽക്ക് പിന്നെ ജെംസ് ആണ് ഞങ്ങൾ ഇപ്പൊ എടുക്കുന്നത്. ജെംസ്. അപ്പൊ ജെംസ് കഴിച്ചു കുറച്ചാണ്. ഇഞ്ചി കഴിച്ചാൽ സുഖം പറ്റണം. ഇഞ്ചി കാര്യം അപ്പൊ ഇതില് ഡിസ്ലൈക്കില് ആകെ ഒന്നേ ഉള്ളൂ ബാക്കി. അല്ല, രണ്ടെണ്ണം. കുരുമുളകും മുട്ടയും, പച്ചമുട്ട. അപ്പൊ മുട്ട. കുരുമുളക് എടുക്കാം. വേണ്ട, മുട്ട. അപ്പൊ നമ്മൾ ഈ കളി ഇവിടുന്ന് അല്ല, നിർത്തിക്കുന്നില്ല. അല്ല അല്ല അല്ല, അങ്ങനെ പൊട്ടിക്കല്ലേ. ഞാൻ കുടിച്ചോളൂ. അത് പൊട്ടിക്കണ്ട. അതെന്തായാലും കുടിക്കണം. ദൈവന്റെ കൂടെ അവര് പിന്നെ നേരത്തെ ആർക്കാരും പോയിന്റ് കിട്ടിയ എന്നാടാ നേരത്തെ പോയിന്റ് ആർക്കാ കിട്ടിയ? കുടിക്കണ ഏച്ചി എന്തായാലും കുടിക്കണം. എന്താ തുകുന്നു കുടിക്ക്. ഇത് മതിയോ? മൊത്തം കുടിക്കണം. ടാസ്കാ. പടി എനിക്ക് കിട്ടാതൊക്കെ പറഞ്ഞ് പിന്നെ പടി എനിക്ക് കിട്ടാതൊക്കെ പറഞ്ഞ് പക്ഷെ മൊത്തം പടി. നാടൻ മുട്ട ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അതെ എന്താ കുടിക്കും മൊത്തം? മൊത്തം കുടിക്കണം. അല്ല, അത് വരുന്നില്ല. അത് ഞാൻ വരുത്തണോ? വേണ്ട. സോ എനിക്ക് ഞാൻ പണി വരും. ഇനിയുള്ള പണി എനിക്ക് വലിയ അഡ്ജസ്റ്റബിൾ ആണ്. ഞാനിനി ഇങ്ങനത്തെ പണിക്കില്ല. മുട്ട കഴിച്ചു ചേച്ചി, പച്ച മുട്ട. നല്ല ആരോഗ്യമൊക്കെ. അപ്പൊ അടുത്തത് എന്താ? ബാക്കിയുള്ളത് ഡയറി മിൽക്കും കുരുമുളകുമാണ്. ഡയറി മിൽക്കാണ് എടുക്കുന്നത്. തീറ്റിട്ട്. താങ്ക് ഗോഡ്. ഡോണ്ട് ടച്ച്. താങ്ക് ഗോഡ്. സോ അപ്പൊ ഡയറി മിൽക്ക് ഫൈനലി ഞാൻ കഴിച്ചോളാം. ലാസ്റ്റ് കുരുമുളക് പണി ആർക്കാണ് കിട്ടുക? കുരുമുളക്. നിനക്ക് ഇഞ്ചി മാത്രമല്ലേ പണി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ കുരുമുളക് കിട്ടും. അപ്പൊ ഞാൻ ഒന്നെടുത്തു. ലാസ്റ്റ് തേച്ചെടുത്തു.
ഡോണ്ട് ടച്ചാ? രണ്ടിലും ഡോണ്ട് ടച്ച് ചെയ്യുന്നു. അപ്പൊ രണ്ടാക്കും 1 മാർക്ക്. അപ്പൊ മാർക്ക് കൗണ്ട് ചെയ്യാം. നേരത്തെ എന്റെ മാർക്ക് കിട്ടും. അപ്പൊ മാർക്ക് കൗണ്ട് ചെയ്യാം. ചേച്ചിന്റെയാണ് 1 2 3 4 5 6 7 8 മാർക്കാണ് ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. എന്റേത് 1 2 3 4 5 6 7 8 മാർക്ക്. അതായത് ഞാൻ ചെയ്ത് ജയിക്കുന്നതാണ്. പക്ഷെ 8 ഞങ്ങൾ ജയിച്ചു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ പണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും ചേച്ചിക്ക് കൊടുത്ത പണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലുള്ള നല്ല കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അടുത്ത പണി ഞാൻ നല്ല കിടില, അതിൽ എനിക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഡിസഡ്വാൻറ്റേജ്, ചേച്ചിക്ക് മൊത്തം ഈറ്റിട്ട് തന്നെ വരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് വാക്ക് അങ്ങനെ കിട്ടി. പച്ചമുട്ടയുടെ ക്ഷീണമാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ ആകെ ഈ ഡോൺ ടച്ചിൽ കഴിച്ച ഒറ്റൊന്നേ ഉള്ളൂ, ഇഞ്ചി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതെനിക്ക് ഇഷ്ടമല്ലാത്ത, പക്ഷെ അത് കഴിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ മുട്ടയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ പരിപാടിയിൽ നിന്നും ഞാൻ എസ്കേപ്പ് ആയി. അപ്പോ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് എനിക്ക് പണി കിട്ടണമെന്ന് ആഗ്രഹിച്ച് വന്ന എല്ലാരും ഉണ്ട്. പക്ഷെ ഇന്നും എനിക്ക് അധികം പണിയൊന്നും കിട്ടി കേട്ടോ. ഒറ്റ കിട്ടി. അവർക്ക് ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് ഞാൻ കുറച്ച് കഴിച്ചോളൂ. അതുകൊണ്ട് അതിപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അടുത്ത വീഡിയോയിൽ ഇതിലും പൊളിയാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ കമന്റ്സ് ഞങ്ങൾക്ക് ഒരുപാട് വാല്യൂബിൾ ആണ്. പണിയോ എന്തെങ്കിലും കമന്റ്സ് ചെയ്യും, എന്തെങ്കിലും പുതിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കമന്റ് ചെയ്യണം. ഞങ്ങൾ എന്തായാലും ചെയ്യും. പിന്നെ കമന്റ് റീഡിംഗ് സെക്ഷൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് റീഡിംഗ് സെക്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. കമന്റ് റീഡിംഗ് സെക്ഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും നമ്മൾ ഈ സംഭവം ഉൾപ്പെടുത്തുന്നുണ്ട്, കമന്റ് റീഡിംഗ് സെക്ഷൻ. അപ്പൊ നമ്മളെ കമന്റ്സ് എന്തൊക്കെയാണ് സംഭവം നോക്കാം. അബ്ദു, ഗുഡ് ഫ്യൂച്ചർ ഇൻ ആങ്കറിംഗ്, കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച്. പിന്നെ ശ്രീജ അനീഷ് 4 കമന്റ് ഒക്കെ ആയിട്ടുണ്ട്. അത് ഞങ്ങൾ സിറ്റ് ആയിട്ട കമന്റ് കേട്ടോ. ഇത് പൊട്ടറ്റോ ബോണ്ടേ അല്ലേടാ മക്കളെ? അല്ല, പൊട്ടറ്റോ ബോണ്ടയ്ക്ക് നമ്മള് വേറെ കുറെ ചേരുവകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ചേച്ചി സേതുവിന് ടാസ്ക് കൊടുക്കണം. കൊടുത്തു, പക്ഷെ അത് കിട്ടി. കൊറേ വെള്ളം കുടിച്ചിരിക്കുവാണ്. സോ ക്യൂട്ട് പ്രസന്റേഷൻ. താങ്ക് യു. സൂപ്പർ മക്കളെ. താങ്ക് യു സോ മച്ച്. അടുത്തത് മനോജ് പാപ്പനാണ്. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ശൈലജി, അവതരണം കൂടുതൽ നന്നാവാനുണ്ട്. പിന്നെ അത് ഉണ്ടാക്കി കഴിച്ചിട്ട് നോക്കട്ടെ, എന്നിട്ട് പറയാം നന്നായിരുന്നു എന്ന്. ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം. പിന്നെ അവതരണം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റേതായ കുറെ പോരായ്മകൾ ഉണ്ടാവും. ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളത് കൂടുതൽ അടുത്ത ഓരോ വീഡിയോസിന് ഞങ്ങൾ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കും. ഉറപ്പായിട്ടും നന്നാക്കാൻ ശ്രമിക്കും. പിന്നെ സാൻഡ്ര, ഗ്രേറ്റ് വർക്ക്. താങ്ക് യു ഡാ. പിന്നെ അനുഷ, സ്വാതി മോൾ, ശ്വേതകുട്ടി, സൂപ്പർ ഡിയർ. താങ്ക് യു സോ മച്ച്. എന്റെ ബെസ്റ്റിയാണ്. സജീഷ് കുമാർ AK, അവതരണം വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നീലു കൃഷ്, നൈസ്. താങ്ക് യു. പിന്നെ ഷൈമ സുരേഷ്, അടിപൊളി മക്കളെ. താങ്ക് യു സോ മച്ച്. പിന്നെ അഖിൽ നായർ, ആഹാ കൊള്ളാലോ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. അടുത്ത ശ്രേയസ് മനോജ്, ചേച്ചിക്ക് കൊടുത്ത ടാസ്ക് പൊളിച്ചു. ഇനിയും ചേച്ചിക്ക് ഒരുപാട് ടാസ്കുകൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഞാനും ചേച്ചിക്കോ? അല്ല, ഇപ്പൊ കിട്ടിയില്ലേ നിനക്ക്? എന്ത് വിട്ടേക്കെ. ഓക്കെ, അടുത്തത് പൊളിച്ചു കിട്ടോ. അത് ശ്രേയസ് മനോജ്, സെക്കൻഡ് തന്നെ. അർജുൻ കിഷോർദേവ്, പോലീസ്. താങ്ക് യുടാ. അടുത്ത അഖിൽ ഫ്ലോ, കമന്റ് ഇടാനും പേടിയാവുന്ന, അത് വായിക്കൂലേ നീ, സംഭവം സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ കമന്റ് ഇടാനും പേടിയാവുന്നോ? പേടിയാവണ്ട, ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ എന്തായാലും വായിക്കും. എന്ന് വെച്ച് കമന്റ് ഇടാനും നിൽക്കാനും പാടില്ല, കമന്റ് ഇടണം. ശ്രീരഞ്ജിത് ശ്രീ, അഗൈൻ എ ഗ്രേറ്റ് വർക്ക്. താങ്ക് യു. ഗൗരി പാർവതി, സൂപ്പർ. താങ്ക് യു. സുമാ പ്രകാശ്, മക്കൾ ആദ്യമായി ഉണ്ടാക്കിയതല്ലേ, സാരമില്ല, പോട്ടെ കേട്ടോ. വട ഉണ്ടാക്കുന്ന രീതി അല്പം ഡിഫറെന്റ് ആയിപ്പോയി. ഒന്നുകൂടി ടേസ്റ്റ് ആക്കാൻ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ചില ചേരുവകൾ വിട്ടുപോയി, സാരമില്ല. നിങ്ങളുടെ വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ്, അതാണ് സൂപ്പർ. താങ്ക് യു. പിന്നെ ഞങ്ങളെ ചേരുവകളും ഒഴിവാക്കിയെന്നതാണ്. കാരണം നമ്മൾ എങ്ങനെ ഈസിയായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാത്രമേ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, പക്ഷെ കുറച്ചൊക്കെ ഞങ്ങള് ഉൾപ്പെടുത്താതെ തന്നെ ഇരിക്കുകയായിരുന്നു.
പിന്നെ പറയുമ്പോ ഇവിടെ മഴയൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും സൗണ്ടിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. മാക്സിമം ഞങ്ങൾ സൗണ്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കും. അപ്പൊ അടുത്തത് മേഘ പ്രകാശ്, പൊളിച്ചു മക്കളെ, ലവ് യു അല്ലോട്ട്. താങ്ക് യു മേഘ. അത് എന്റെ ബെസ്റ്റ് തന്നെയാണ്. ഗൗരി പാർവതി സൂപ്പർ നന്ദി. താങ്ക് യു ഗൗരി. അപ്പോ കമന്റ് റീഡിംഗ് സെക്ഷൻ ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും കമന്റ്സും വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിനും നിങ്ങളെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പിന്നെ എന്താ വെച്ചാൽ ഇനിയും നിങ്ങൾ കുറെ കമന്റ്സ് ഇട്ടാൽ ഞങ്ങളെന്താ ഇവിടെ കുറെ പേര് ഞങ്ങൾക്ക് കുറച്ചുകൂടി സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നേരെയാക്കി ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും വീഡിയോ ചെയ്യും. ഇതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റിലേക്ക് അറിയിക്കാം. ഞങ്ങൾ അതും തിരിച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും നല്ല മക്കളാകും. അപ്പോ വിശ്വാസം അല്ലേ? ഇവിടെ ഇല്ലെങ്കിൽ ഞാനെങ്കിലും നല്ല മോളാവും. അപ്പൊ ഇത് ആവൂല, ഞാൻ ആയി കഴിഞ്ഞു. അതെല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അടുത്ത വീഡിയോ ഞങ്ങൾ അടിപൊളി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഇനി ഞങ്ങൾ കുറെ പൊട്ടത്തരങ്ങളൊന്നുമല്ല, അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ, പിന്നെ ഇവിടെ കുറെ പൊട്ടത്തരങ്ങളും, പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് അതെന്തായാലും നമ്മൾ മിക്സ് ചെയ്യില്ല. സോ അതിലേക്ക് പിന്നെ ചാനൽ ഇത് ഇനി കുറച്ച് വെറൈറ്റി ആവാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അടുത്ത പ്രാവശ്യം കാണാം. ബൈ.